കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മാധവിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വൈകിപ്പോയി മാധവി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. മാസങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു മാധവി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. നിന്നോട് ഞാനത് പറഞ്ഞില്ല. തുറന്നു പറയാനുള്ള അവസരവും കാത്ത് ഞാൻ കഴിഞ്ഞു. വൈകിപ്പോകുമെന്ന് വിചാരിച്ചില്ല. നിനക്ക് നല്ലൊരാലോചന വന്നിരിക്കുന്നു. എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. നീ ഭാഗ്യവതിയാണ്. നിനക്ക് നല്ലത് വരട്ടെ. എന്നെ മറന്നേക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യവും മറന്നേക്കൂ. എനിക്ക് ഇവിടെ കഴിച്ചു കൂട്ടാനാവില്ല. ദിവാരനൊന്നും തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. എന്നാലും വകയിലൊരു അമ്മാവെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് ചോദിക്കുക. പാവപ്പെട്ട ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചെന്താ? ദിവാരനോട് ആരും ചോദിക്കില്ല, ദിവാരനൊന്നും പറയുമില്ല. പക്ഷെ എന്നോട് 4 മാന്യന്മാർ ചോദിച്ചൊന്നു വരും. അപ്പൊ ഞാനെന്ത് മറുപടി പറയും? തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. എന്റെ അച്ഛന്റെ ഗതികേട് എനിക്കുണ്ടായിക്കൂടാ. അങ്ങനെ ആ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു. റൈസാ സാറിന് ഇപ്പൊ അയച്ചേക്കാം. ഒരു ഫോട്ടോ എടുത്തോ. ഡേ ബാബാ ഒരു ഫോട്ടോ എടുക്ക. ഭാഗ്യം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ചെവിടും ഇല്ലാത്ത ഒരു സാധനമാണ്. ഏതിലെ എപ്പം എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ മരണം എന്ന് പറയും പോലെ തന്നെ. കേട്ടു പറഞ്ഞതൊക്കെ. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദിവാരനൊരാണാണെങ്കിൽ മാധവി ഒരു പെണ്ണുമാണ്. ആ യോഗ്യത മതി അവൾക്ക്. കഴിക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും. വെജിറ്റബിൾ കട്ട്ലറ്റ്സ്, ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. താങ്ക്സ് സർ. Enough.
കൈകൊണ്ടു. ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭരത്, ഭരത്, അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തും ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്? പറയൂ കേശു അമ്മാവ. കാല് തെറ്റി ഗർത്തത്തിലേക്ക് വീണുപോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ കാല് തെറ്റി? പറയില്ലല്ലേ? എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കറിയാം? അവരോട് ചോദിക്കും. പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തീർക്കണമല്ലോ. അതിനുശേഷം നിന്റെ അച്ഛൻ നാവ് മുറിച്ചു കളഞ്ഞ പോലെയായി. ആട്ടവുമില്ല, മിണ്ടാട്ടവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് പൊന്മുടി കാണണമെന്ന്. മറുപടിയും കിട്ടിയല്ലോ. കിട്ടി. പൊന്മുടി എന്ന പേര് പോലും കേൾക്കുന്നത് ദിവാകരന് ഇഷ്ടമല്ല. എന്തായാലും എനിക്കവിടെ പോണം. അമ്മ വീണ് മരിച്ചെടുത്ത്. നിങ്ങളൊക്കെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തായാലും എന്നോട് പറഞ്ഞാലെന്താ? അതിനെന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ? കാർത്തി ചേച്ചിയും പറയില്ലല്ലേ? കണ്ടതും കേട്ടതും ഒക്കെ ഞാനും പറഞ്ഞു. ഇനി എന്താന്നാ? ഈ ചേട്ടൻ ഒരുത്തനാ കുഞ്ഞിന്റെ മനസ്സ് അലങ്കോലപ്പെടുത്തിയത്. എടി കാർത്തു, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിങ്ങനൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യണോ? എടി, കാല് തെറ്റിയ കാര്യം പറഞ്ഞപ്പോ എന്റെ വാക്ക് തെറ്റിയതല്ല കുഴപ്പം. പൊന്മുടിയിലേക്ക് പോണോന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർക്കുന്നു. അതാ കാര്യം. മനസ്സിലായോ? എന്നാ പിന്നെ കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാനങ്ങ് പറഞ്ഞു തരാം. ആയാ കോയാന്നും പറഞ്ഞ് നീയും പോയതല്ലേ പൊന്മുടിക്ക്. എല്ലാം അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു കൊടുക്ക്. ആ നാശം പിടിച്ചവൻ അവിടെ വെച്ച് കണ്ടതും അത് കാരണം പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യൂടി? ഇത് കുഞ്ഞു ഒരു വാശിക്കാരിയാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഈശ്വര.